ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് എൻട്രൻസിന് വേണ്ടി +2 മാർക്ക് നോർമലൈസ് ചെയ്യുന്നതിൻ്റെ പുതിയ ഫോർമുലയെ പറ്റിയാണ്. 2026 എൻട്രൻസ് കമ്മീഷണർ പുതിയൊരു ഫോർമുലയാണ് ഇതിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത്. 2025 വരെയുള്ള ഫോർമുലയിൽ ഒട്ടനവധി അപാകതകളുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഫോർമുല 2020 വരെ സ്റ്റേറ്റ് സിലബസുകാർക്ക് അനുകൂലമുള്ളതായിരുന്നു. 2020 ശേഷം, കോവിഡിന് ശേഷം ഇത് സ്റ്റേറ്റ് സിലബസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫോർമുലയായിരുന്നു. ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ച് ഞാൻ 7-8 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പുതിയ ഫോർമുലയിൽ ഉണ്ടാകുന്ന അപാകതകളും അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ്. നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കീം റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായി കീം എൻട്രൻസ് പരീക്ഷയിൽ 300 കിട്ടിയ മാർക്കും +2 സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഈ വിഷയങ്ങളിൽ കിട്ടിയ മാർക്ക് 300ലേക്ക് മാറ്റി 600 കിട്ടിയ മാർക്കാണ് കീം എൻട്രൻസിൻ്റെ റാങ്ക് കണക്കാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ +2 മാർക്ക് 300ലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണത് നോർമലൈസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പോൾ കേരള ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് നോർമലൈസ് ചെയ്യാൻ കേരള ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എടുക്കും. കേരള ഹയർ സെക്കൻഡറിയിൽ +1ൻ്റെ കൂട്ടില്ല, +2 മാത്തമാറ്റിക്സ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി മാർക്ക് 120 ആയിരിക്കും. 120 കിട്ടുന്ന കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ 120 ആയിരിക്കും. അപ്പോൾ ഈ 120 മാർക്കും പിന്നെ CBSEയിൽ മാത്തമാറ്റിക്സ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എടുക്കും. അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും. CBSEയിൽ ഇങ്ങനെ കിട്ടുന്ന മാർക്കിന് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിയുടെ മാർക്കിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലയേഴ്സ് ആയിട്ടാണ് പറയുക. അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ കൊല്ലോ, കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലോ, അതിന് മുമ്പത്തെ കൊല്ലോ എടുത്ത ഒരു കുട്ടിക്കെങ്കിലും ഫുൾ മാർക്ക് ഉണ്ടാവും. അത് 100ൽ 100 ഈ 2 മാർക്കും തുല്യമായിട്ട് കണക്കാക്കും. ഇനി CBSEയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് 95 ആണെങ്കിൽ ഈ 95 മാർക്കും കേരള ഹയർ സെക്കൻഡറിയിലെ 120 മാർക്കുമായിട്ടാണ് ഈക്വലായിട്ട് കണക്കാക്കുക. പക്ഷേ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഫുൾ മാർക്ക് ഉണ്ടാവും. അപ്പം ഈ 2 ഫുൾ മാർക്കുകളും ഒരേപോലെ കണക്കാക്കും. ഇവരുടെ 2 പേരുടെയും മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് ഒന്നായിട്ട് കണക്കാക്കും. ഇതാണ് ഇവിടെ വരുന്ന ഒരു അപാകത. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലയേഴ്സ് ആണ്. ഈ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ചെയ്യുന്നത് മറ്റു കുട്ടികളെ ബാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി ഈ മാർക്ക് 5:3:2 കൺവേർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന് 5, ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 2. ഇത് കഴിഞ്ഞാലും 1:1:1 ആയിരുന്നു. ഈ വർഷം അത് 5:3:2 ആക്കി. എന്ന് പറഞ്ഞാൽ ഈ വർഷം മാത്തമാറ്റിക്സിന് കിട്ടിയ മാർക്ക് 150 എത്രയാണെന്ന് കണക്കാക്കും. ഫിസിക്സിന് കിട്ടിയ മാർക്ക് 90 എത്രയാണെന്ന് കണക്കാക്കും. കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് 60 എത്രയാണെന്ന് കണക്കാക്കും. ഇനി ഇത് മൂന്നും കൂടെ കൂട്ടി +2ൻ്റെ മാർക്ക് 300ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സിന് 150ലേക്ക് 5 വെയിറ്റേജ് കൊടുക്കും, ഫിസിക്സിന് 3 വെയിറ്റേജ് കൊടുക്കും, കെമിസ്ട്രിക്ക് 2 വെയിറ്റേജ് കൊടുക്കും. ഇതൊന്നും കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു. ഇതെല്ലാം ഈ വർഷം 2026 വന്ന ഒരു പരിഷ്കാരമാണ്. ഇതെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലും ഈ 5:3:2 എന്ന അനുപാതത്തിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് ഇവിടെ ഈ ഫുൾ മാർക്കുകൾ തമ്മിൽ ഈക്വലാക്കുന്നതും അതുപോലെ കേരള ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കൂടുതലുള്ളതുകൊണ്ടും കണ്ടിന്യൂസ് ഇവാലുവേഷന് മാർക്ക് കൂടുതലുണ്ട്. ഇവിടെ ഈ പരീക്ഷയുടെ അസസ്മെൻ്റ് രീതി വ്യത്യാസമുണ്ട്. +2 ഹയർ സെക്കൻഡറിയിലും
CBSEയിലും അസസ്മെന്റ് രീതികൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ വർഷം യഥാർത്ഥത്തിൽ മാർക്ക് നോർമലൈസേഷൻ നടക്കുന്നില്ല. പ്ലസ് ടുവിൽ കിട്ടിയ മാർക്ക് അതേപടി തന്നെ എടുക്കുകയാണ് സംഭവിക്കുക. കാരണം എല്ലാ ബോർഡിലും ഫുൾ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പം മാർക്ക് എടുക്കുമ്പോൾ കേരള ഹയർ സെക്കൻഡറിയിലെ 2 കുട്ടികളുടെ മാർക്ക് നമുക്കൊന്ന് കണക്ക് നോക്കാം. കേരള സെക്കൻഡറിയിലെ സബ്ജക്റ്റ് വിത്ത് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് 20 ഇന്റേണൽ അസസ്മെന്റ്, 40 പ്രാക്ടിക്കൽ, 60 തിയറി, ടോട്ടൽ 120 ആണ്. അപ്പോൾ ഓരോ കുട്ടികളുടെ കിട്ടിയ മാർക്ക് നോക്കാം. ഇത് ഫിസിക്സിന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20-20, കെമിസ്ട്രി 20-20, മാത്തമാറ്റിക്സ് 20-20. ഇനി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഫിസിക്സിന് 40-40, കെമിസ്ട്രിക്ക് 40-40, മാത്തമാറ്റിക്സിന് 40-40. അപ്പോൾ ഈ കുട്ടിക്ക് തിയറിക്ക് 60-49. അപ്പോൾ ടോട്ടൽ സെക്കൻഡ് ഇയർ 120-109. ഈ കുട്ടിക്ക് 45 തിയറിക്ക്, അപ്പോൾ 120-105. ഈ കുട്ടിക്ക് 46 60, അപ്പം 120-106 മാർക്കാണ്. വേറൊരു കുട്ടിയുടെ മാർക്ക് നോക്കാം. വേറൊരു കുട്ടിയുടെ മാർക്ക് ഇതാ 20-20-20 തിയറിക്ക്, ഇന്റേണൽ അസസ്മെന്റ് കണ്ടിന്യൂസ് ഇവാലുവേഷന്. പ്രാക്ടിക്കലിന് 40-40-40, അത് പ്രാക്ടിക്കൽ എക്സാമിനേഷന്. പിന്നെ തിയറിക്ക് 58-59-57. അപ്പോൾ ഇവിടെയൊക്കെ ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനും പ്രാക്ടിക്കലിനും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. ഇനി CBSEയിലെ ഒരു കുട്ടിയുടെ മാർക്ക് നോക്കാം. മാത്തമാറ്റിക്സിന് തിയറി 80-64, അതിന് ഇന്റേണൽ അസസ്മെന്റ് 20-19, അങ്ങനെ ടോട്ടൽ 83 മാർക്ക്. ഫിസിക്സിന് തിയറിക്ക് അത് 70-ലാണ്, 70-54, പ്രാക്ടിക്കലിന് 30-30, 84. വേറൊരു കുട്ടിക്ക് 70-58, കെമിസ്ട്രിക്ക് 30-29, ടോട്ടൽ 87. ഇനി വേറൊരു കുട്ടിയുടെ മാർക്ക് നോക്കാം. മാത്തമാറ്റിക്സിന് 80-61, പ്രാക്ടിക്കലിന് അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് 19-80. ഫിസിക്സിന് 70-51, 30-30, 81. കെമിസ്ട്രിക്ക് 70-64, പ്രാക്ടിക്കലിന് 30-30, അങ്ങനെ 94. ഇവിടെയെല്ലാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പ്രാക്ടിക്കലിനും ഇന്റേണൽ അസസ്മെന്റിനും കേരള സിലബസിലാണെങ്കിൽ 20-20, പ്രാക്ടിക്കലിന് 40-40 കിട്ടും ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും. പിന്നെ തിയറിയുടെ മാർക്കേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ CBSEയിലാണെങ്കിൽ ഇന്റേണൽ അസസ്മെന്റിന് ഒന്നുകിൽ 20-20 കിട്ടും, അല്ലെങ്കിൽ പ്രാക്ടിക്കലുള്ള വിഷയത്തിനാണെങ്കിൽ 30-30 കിട്ടും. ഇനി മറ്റ് ഇതിനാണെങ്കിൽ മാത്തമാറ്റിക്സിനാണെങ്കിൽ പിന്നെ 80 തിയറിയുടെ മാർക്ക് നോക്കുന്നുള്ളൂ. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയിലാണെങ്കിൽ 70 തിയറിയുടെ മാർക്കാണ് പരിഗണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓർമ്മയിൽ വേണ്ടത്. ഇത് വെച്ചാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. ഇനി നമ്മൾ കേരള ഹയർ സെക്കൻഡറിയിലും CBSEയിലും മിനിമം മാർക്ക് കിട്ടിയ, ജയിക്കാൻ ജസ്റ്റ് പാസ് കിട്ടിയ 2 കുട്ടികളുടെ മാർക്ക് നമ്മൾ ഒന്ന് പരിഗണിച്ച് നോക്കാം. എങ്ങനെയാണ് അവർക്ക് 300 മാർക്ക് കിട്ടുകയെന്ന്. ഇപ്പം മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിക്കുക. കേരള സിലബസിലാണ് ആ കുട്ടിക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാക്സിമം മാർക്ക് കിട്ടും, 20 കിട്ടും. പ്രാക്ടിക്കലിന് 40 കിട്ടും. അപ്പം 40-60. പിന്നെ 60 ജയിക്കാൻ 30% മാർക്കാണ് വേണ്ടത്. അപ്പോൾ 18 മാർക്ക് മതി. മിനിമം പാസ്സായ കുട്ടിക്ക് 18 മാർക്ക്. അങ്ങനെ 20-40-18 78 മാർക്ക് കിട്ടും. 120-78 ഫുൾ മാർക്ക് 120-78 കിട്ടിയാൽ 65%. 65%നെ 150ലേക്ക് 100ലാണ് 65 കിട്ടുന്നത്. അത് 150ലേക്ക് കൺസിഡർ ചെയ്താൽ 97.5 മാർക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ ഫിസിക്സിന്റെ മാർക്ക് നോക്കാം. ഫിസിക്സിന്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20-20, പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും 40-40, അതിനും 18 മാർക്ക് ഉണ്ടാകും. മിനിമം പാസ് 30%. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും 78 മാർക്ക് കിട്ടും. 65ആണ്. അത് 90ലേക്ക്, 100ലാണ് 65, അത് 90 കൺസിഡർ ചെയ്യുമ്പോൾ 58.5. അതുപോലെ കെമിസ്ട്രിക്കും ആണെങ്കിൽ പ്രാക്ടിക്കൽ 40-40, കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20, തിയറിക്ക് മിനിമം പാസ് 30%, 18. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും 65% മാർക്ക് ഉണ്ടാവും. 78. അത് 60ലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 100ലാണ് 65%, അത് 60 കൺസിഡർ ചെയ്യുമ്പോൾ 39 മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ മിനിമം പാസ്സായ കുട്ടിയുടെ മാർക്ക്. മാത്തമാറ്റിക്സിന് നോർമലൈസ് ചെയ്യുമ്പോൾ 97.5, ഫിസിക്സിന് 58.5, കെമിസ്ട്രിക്ക് 30. അങ്ങനെ 195 മാർക്ക് കിട്ടും 300-ൽ. മിനിമം മാർക്ക് കിട്ടിയ കുട്ടിയുടെ 300-ൽ. ഇനി CBSEയിലാണെങ്കിലോ മാത്തമാറ്റിക്സിന് ഇന്റേണൽ അസസ്മെന്റ് 20 ആണ്. അത് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ജയിക്കാൻ 33% മാർക്കാണ് വേണ്ടത്. മിനിമം മാർക്ക് 27 ആണ് വേണ്ടത്. മെയിൻ മാത്സ് എടുത്താൽ
ഇത് ഓപ്ഷണൽ മാത്സ് അല്ലേ, മെയിൻ മാത്സ് എടുത്താൽ 27 മാർക്ക് വേണം. അപ്പം 27 20 47. അത് 100ലാണ് 47, അത് 47%. അത് 180ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 70.5 മാർക്ക് കിട്ടും. ഇനി ഫിസിക്സിൻ്റെ നോക്കാം. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ 30 കിട്ടും. പിന്നെ തിയറിക്ക് 70 33% ജയിക്കാൻ വേണ്ടത് 24 മാർക്കാണ്. അപ്പോൾ 24 30 24 54 മാർക്ക് കിട്ടുക 54%. അത് 90ലേക്ക് മാറ്റുമ്പോൾ 100ൽ 54 ആണെങ്കിൽ 90ൽ എത്രയാവും? 48.6. അതാണ് ഫിസിക്സിന് 48.6. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ നോക്കാം. കെമിസ്ട്രിക്ക് ജയിക്കാൻ പ്രാക്ടിക്കലിന് 30 കിട്ടും. തിയറിക്ക് ജയിക്കാൻ 33%, എന്ന് വെച്ചാൽ 24 മാർക്ക് വേണം. 33%, 24 മാർക്ക് വേണം. അപ്പോൾ 54%. അത് 100ൽ 54 ആകുമ്പോൾ 60ൽ എത്രയാവും? 32.4. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മിനിമം ആ കുട്ടിക്ക് 300ൽ കിട്ടുന്ന മാർക്ക് 151.5 CBSEയിലെ മിനിമം ജസ്റ്റ് പാസ്സായ കുട്ടിക്ക് 151.5 സ്റ്റേറ്റ് സിലബസിൽ 195 മാർക്കും കിട്ടും 300ൽ. ഈ സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് വളരെ കൂടുതലാണ്. ഇതിവിടെ ഈ പ്രാക്ടിക്കലുള്ള മാത്തമാറ്റിക്സിനൊക്കെ പ്രാക്ടിക്കലുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ അനുപാതം സ്റ്റേറ്റിൽ തിയറിക്ക് 50 കണ്ടിന്യൂസ്, എക്സ്റ്റേണൽ മാർക്ക്, ഇന്റേണൽ മാർക്ക് 50%, എക്സ്റ്റേണൽ മാർക്ക് തിയറി എക്സാമിന് 50% മാർക്ക്. CBSEയിൽ ഇന്റേണലിന് 30%, എക്സ്റ്റേണലിന് 70% തിയറിക്ക്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനാണെങ്കിൽ ഇന്റേണലിന് 20, തിയറിക്ക് 80%. ഈ അനുപാതമാണ്. ഇവിടെ തിയറിക്കാണ് പ്രാമുഖ്യം കൂടുതൽ. ഇവിടെ രണ്ടിനും, തിയറിക്കും ഇന്റേണലിനും തുല്യമാണ്. അപ്പോൾ ഇന്റേണലിന് ഫുൾ മാർക്ക് എല്ലാം കിട്ടുമ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ വരും മാർക്ക്. ഇതാണ് കുട്ടികൾക്ക് കിട്ടുന്ന മിനിമം പാസ്സായ കുട്ടിയുടെ മാർക്ക്. ഇത് തന്നെയാണ്. ഇനി 60% മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ 2 CBSEയിലെയും HSEയിലെയും മാർക്ക് നമുക്കൊന്ന് നോക്കാം. ഇത് ഹയർ സെക്കൻഡറിയിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 പ്രാക്ടിക്കലിന് 40 തിയറിക്ക് 60% ആണെങ്കിൽ 60ൽ 36 മാർക്ക്. അപ്പോൾ 60 36 96 എന്ന് പറയുന്നത് 80%. 120ൽ 96 80%. അത് 150ലേക്ക് മാറ്റുമ്പോൾ 120 മാർക്ക് കിട്ടും മാത്തമാറ്റിക്സിന്. ഫിസിക്സിന് ഇതുപോലെ തന്നെ 80%. അത് 90ലാക്കുമ്പോൾ 72 മാർക്ക് കിട്ടും. കെമിസ്ട്രിക്ക് ഇതുപോലെ തന്നെ. അത് 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കെമിസ്ട്രിയുടെ മാർക്ക് 48 ആവും. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 120 72 42 240 മാർക്കാണ് കിട്ടുക. ഹയർ സെക്കൻഡറിയിൽ തിയറിക്ക് 60% മാർക്ക് കിട്ടിയ കുട്ടിക്ക് 300ൽ 240 മാർക്കാണ് കിട്ടുക. ഇനി ഹയർ CBSEയിലോ മാത്തമാറ്റിക്സിൽ 20ൽ 20 കിട്ടും. 80ൽ 60% 48 48 മാർക്ക്. 48ഉം 68 മാർക്ക്. ഇത് 68%. ഇത് 150ലേക്ക് മാറ്റുമ്പോൾ 102 മാർക്കാവും. ഫിസിക്സിന് പ്രാക്ടിക്കലിന് 30 തിയറിക്ക് 70 70ന്റെ 60% 42 മാർക്ക്. അപ്പം 42 30 72%. 72 എന്ന് പറഞ്ഞാൽ അത് 90ലേക്ക് മാറ്റുമ്പോൾ 64.8. കെമിസ്ട്രിക്ക് അതുപോലെ തന്നെ 72 മാർക്കാണ് കിട്ടുക. 72%. അത് 60ലേക്ക് മാറ്റുമ്പോൾ 43.2. അങ്ങനെ 210 മാർക്ക് കിട്ടും 300ൽ. ഇതാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. 60% തിയറിക്ക് സ്റ്റേറ്റ് സിലബസിൽ കിട്ടിയ കുട്ടിക്ക് 300ൽ 240ഉം CBSEയിൽ കിട്ടിയ മാർക്ക് 300ൽ 210ഉമാണ്. ഇവിടെ 30 മാർക്കിന്റെ ഡിഫറൻസ് വരും. ഇവിടെ അത് കൂടുതൽ വരും. ഇത് കണ്ടോ, മിനിമം മാർക്ക് കിട്ടിയ കുട്ടിയുടെ. ഇനി ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് 2 പേർക്ക് ഒരേ മാർക്കായിരിക്കും. 300ൽ 300 തന്നെയായിരിക്കും. CBSEയിലും സ്റ്റേറ്റിലും പഠിച്ച ഫുൾ മാർക്ക് 120 കിട്ടിയ കുട്ടിക്ക് 300ൽ 300 തന്നെയായിരിക്കും. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കായിരിക്കും കൂടുതൽ. ഇതാണ് ഇവിടുത്തെ കാര്യം. ഈ ഡിഫക്റ്റ് ഒഴിവാക്കാനായി എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലെ തിയറിയുടെ മാർക്ക് മാത്രം എടുക്കുക. ഫിസിക്സിനാണെങ്കിൽ 60ൽ കിട്ടിയ, ഹയർ സെക്കൻഡിൽ 60ൽ കിട്ടിയ മാർക്ക് എടുക്കുക. കെമിസ്ട്രിക്ക് 60ൽ കിട്ടിയ മാർക്ക് എടുക്കുക. മാത്തമാറ്റിക്സ് 60ൽ കിട്ടിയ മാർക്ക് എടുക്കുക. എന്നിട്ട് മാത്തമാറ്റിക്സിന്റെ മാർക്ക് 150ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫിസിക്സിന്റെ 90ലേക്ക് കൺവേർട്ട് ചെയ്യുക. കെമിസ്ട്രിയുടെ 60ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് നല്ലത്. ഇവിടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അതുപോലെ തന്നെ ചെയ്യുക. 60ൽ കിട്ടിയ മാർക്ക് തിയറിയുടെ മാത്രം മാർക്ക് നോക്കുക. ഇനി CBSEയിലാണേലും തിയറി കിട്ടിയ മാത്തമാറ്റിക്സ് 80ൽ കിട്ടിയ മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 70ൽ കിട്ടിയ മാർക്ക് അത് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് മാത്തമാറ്റിക്സിന്റെ 150,
ഫിസിക്സിന്റെ 90, കെമിസ്ട്രിയുടെ 60 കൺവേർട്ട് ചെയ്യുക. ഇതാ ഈ 2 കുട്ടികളുടെ അങ്ങനെ തന്നെ ഇതുപോലെ തന്നെ ചെയ്യുക. തിയറിയുടെ മാർക്ക് മാത്രം എടുക്കുക. +2 തിയറിക്ക് കിട്ടിയ മാർക്ക് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇനിയും ഈ പരീക്ഷ ഡിഫിക്കൽറ്റി വ്യത്യാസം ഉണ്ടാകും. തിയറി CBSEയും സ്റ്റേറ്റിലും ചിലപ്പോൾ സ്റ്റേറ്റിലായിരിക്കും ഡിഫിക്കൽറ്റി ലെവൽ കൂടുതൽ. ആ സമയത്ത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എടുത്തിട്ട് മാർക്ക് +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ആ മാർക്കിനെ 150ലേക്കും 90ലേക്കും 60ലേക്കും കൺവേർട്ട് ചെയ്യുക. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ പല വർഷങ്ങളിലെ എടുക്കണമെങ്കിൽ ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എടുത്തിട്ടും കൺവേർട്ട് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഇവിടെ എല്ലാം ചെയ്യേണ്ട കാര്യം കിട്ടുന്ന മാർക്കിന് അതിൻ്റെ തിയറിയുടെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്യുക. ഇവിടെ 2020 മുതൽ ഈ കേരള ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള കാരണം മാത്തമാറ്റിക്സിന് പ്രാക്ടിക്കൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. പ്രാക്ടിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആവറേജ് മാർക്ക് കൂടി നിന്നു. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ആവറേജ് മാർക്ക് കൂടുതലാണെങ്കിൽ, സ്റ്റേറ്റ് ആവറേജ് കൂടുതലാണെങ്കിൽ, ആ കുട്ടികളുടെ നോർമലൈസ് ചെയ്യുമ്പോൾ 300ലേക്ക് മാറ്റുമ്പോൾ ആ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അതാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല വഴി. ഓക്കെ, താങ്ക് യു.